നബിദിന കുട്ടിപ്രസംഗം. പ്രിയപ്പെട്ട അധ്യക്ഷൻ ഉസ്താദ്, വേദിയിലും സദസ്സിലുമിരിക്കുന്ന മാന്യ വ്യക്തികളെ, അസ്സലാമു അലൈക്കും. ഈ വേദിയിൽ കൂട്ടുകാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കൂട്ടുകാരില്ലാത്തവർ നമ്മിൽ ആരും ഉണ്ടാകില്ല. ഒരാളെ കുറിച്ചറിയാൻ അയാളുടെ കൂട്ടുകാരെ കുറിച്ച് അറിഞ്ഞാൽ മതി എന്ന് പറയാറുണ്ട്. കൂട്ടുകാരൻ്റെ എല്ലാ സ്വഭാവവും അവനിലും കാണുമെന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് നാം കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ ഉത്തമരായിരിക്കണമെന്ന് ഇവിടെ പ്രത്യേകം ഉണർത്തേണ്ടതില്ല. തെറ്റിലേക്ക് നയിക്കുന്ന കൂട്ടുകാരുണ്ടായാൽ നാം നാശമാകുമെന്നോർക്കുക. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടിട്ടില്ലേ, ചാരിയാൽ ചാരിയത് മണക്കുമെന്ന്? പഴമക്കാർ പറഞ്ഞതാണിത്. അനുഭവം തന്നെയാണ് അവരെ അങ്ങനെ പറയിപ്പിച്ചത്. കൂട്ടുകാർ കാരണമായി തെറ്റുകൾ ചെയ്യുകയും ഒടുവിൽ കുടുംബത്തിലും നാട്ടിനും ചീത്തപ്പേരുണ്ടാക്കാൻ ചെയ്ത എത്ര പേരുടെ വർത്തമാനങ്ങൾ നാം കേൾക്കാറുണ്ട്. ആയതിനാൽ ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത്, നാം നല്ല ചങ്ങാത്തവും കൂട്ടുകെട്ടും സ്ഥാപിക്കണം. എങ്കിലേ നമുക്ക് നല്ലവരാവാൻ സാധിക്കൂ. മഹാനായ തിരുനബി തങ്ങളുടെ കൂട്ടുകാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആരായിരുന്നു മുത്തുനബി തങ്ങളുടെ കൂട്ടുകാരൻ? മറ്റാരുമല്ല, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അത്. നബിക്കൊപ്പം താങ്ങും തണലുമായി അദ്ദേഹം ഉണ്ടായിരുന്നു. ഹിറാ ഗുഹയിൽ നബിയെ സംരക്ഷിക്കാൻ അദ്ദേഹം ചെയ്ത കാര്യം നമുക്ക് പഠിച്ചിട്ടില്ലേ? അതെ, അത്തരം ഉത്തമ കൂട്ടുകാരാവട്ടെ നമ്മുടെ ഫ്രണ്ട്സുകൾ. അല്ലാത്തവരെ നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം. പറയാൻ ഇനിയും ഒരുപാടുണ്ട്, പക്ഷേ സമയം എന്നെ അതിന് അനുവദിക്കുന്നില്ല. എന്നാലും എൻ്റെ കൊച്ചു പ്രസംഗത്തിലെ വിഷയം നിങ്ങൾ ഗൗരവത്തിലെടുക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. നല്ല കൂട്ടുകാരെ നമുക്ക് കൂട്ടുകൂടി നമുക്ക് ഉത്തമരായി തീരാമെന്ന് ആശംസിച്ച് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇനിയും ഇതുപോലുള്ള കിടിലൻ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇനി അടുത്തൊരു കിടിലൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ ബൈ.